ഇത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അവരൊരു ഇന്ത്യയുടെ വിക്റ്റിമായിട്ട് ലോകത്തിനെ കാണിക്കേണ്ടത്, അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയി പിന്നെയും കാശ്മീരിനെ പറ്റി പറയുകയൊക്കെ ചെയ്യണം. അവരെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അത് ഒരു പാർട്ട് ഓഫ് ടെററിസം. പക്ഷേ അതിനിടയിൽ ഒരു മുസ്ലിംസിനെ കൊന്നാലും അവർക്ക് വലിയ സങ്കടമൊന്നും കാണില്ല. പൊതുവെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണല്ലോ. നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും ശത്രുവിനെ തിരിച്ചടിക്കുക എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ അംബാസഡറും നയതന്ത്ര വിദഗ്ധൻ കൂടിയായ TP ശ്രീനിവാസ്. സാറേ, വളരെ സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്ന പഹൽഗ്രാമിലാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ളൊരു ആക്രമണം ഉണ്ടായിരുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു ഇതിനെ? ഇത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം, പഴയ വഴക്കുകളും പഴയ കുറ്റങ്ങളും അതൊക്കെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു സമയത്തിലോട്ടാണ് അവർ പോകുന്നത്. അവിടുത്തെ ഗവൺമെൻറ് വളരെ മോശമായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ ക്രൈസിസ് തന്നെ ഉണ്ട്. IMF വേൾഡ് ബാങ്കും ഒന്നും അത്ര പണം കൊടുക്കുന്നില്ല. അമേരിക്കയിൽ നിന്നുള്ള പണമില്ല. അപ്പോൾ അവർക്ക് നോക്കാനുണ്ടായിരുന്നത് ചൈനയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈനക്കെതിരായിട്ട് അമേരിക്ക തിരിഞ്ഞതിന് ശേഷം ഇനി ചൈനയിൽ നിന്ന് അവർക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അമേരിക്ക ഈസ് ലുക്കിംഗ് ടുവേർഡ്സ് റഷ്യ. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ഇനി ഭാവിയിൽ ചൈനയിൽ നിന്നുള്ള എന്ത് ഹെൽപ്പ് പാകിസ്ഥാൻ കിട്ടുന്നുള്ളത് തീർച്ചയില്ല. പിന്നെ ഈ കാശ്മീർ ഇഷ്യൂ ഒക്കെ എല്ലാവരും മറന്നിരിക്കുന്നു. ആരും അതിനെപ്പറ്റി ഒന്നും റേസ് ചെയ്യാറില്ല. ഡൊണാൾഡ് ട്രംപ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി ഓഫ് ദീസ് തിങ്സ്. അതേസമയത്ത് ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുകയാണ്. ഒന്നും പറയാനായിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ട്രെൻഡ് അങ്ങനെയാണ്. അതുപോലെ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് ഇന്ത്യയിലുണ്ട്. അതൊരു സാധാരണ വിസിറ്റ് അല്ല. വൈസ് പ്രസിഡൻറ്റ് വരിക എന്ന് പറഞ്ഞത് അതും പുതിയ ആളാണല്ലോ. അപ്പം അദ്ദേഹം ഇവിടെ ചെയ്ത പ്രസംഗങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഇന്ത്യയായിട്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മളിത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു, ഒരു പാകിസ്ഥാനി റിയാക്ഷൻ. കാരണം അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അവരൊരു ഇന്ത്യയുടെ വിക്റ്റിമായിട്ട് ലോകത്തിനെ കാണിക്കേണ്ടത്, അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയി പിന്നെയും കാശ്മീരിനെ പറ്റി പറയുകയൊക്കെ ചെയ്യണം. അവരെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യമായിരുന്നു. നമ്മൾ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്ര വലുതായിട്ട് സംഭവിക്കാത്തത്. പക്ഷേ എന്നാലും അതിനെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സ്ട്രൈക്സ് എന്തെങ്കിലും, സർജിക്കൽ സ്ട്രൈക്സ് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും ആളുകൾ, സിവിലിയൻസ് മരിച്ചു, ഫോറിനേഴ്സ് മരിച്ചു. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. അമിത്ഷാ അവിടേക്ക് പോയി, പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വന്നു. അതാണ് മറ്റൊരു പാകിസ്ഥാനുള്ള ഒരു വിഷമം. കാരണം നമ്മൾ സൗദി അറേബ്യയുമായിട്ട് ഇത്ര അടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ സൗദി അറേബ്യ, ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അങ്ങനെ ഒരു റഷ്യ എന്നുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ അവരുടെ സ്ട്രെങ്ത് ചൈന ആയിരുന്നു. ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നല്ലോ ചൈനയുടെ. അതുപോലെങ്കിൽ താലിബാൻ്റെ കാര്യത്തിലും ഇപ്പോൾ പാകിസ്ഥാൻ താലിബാനെ ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ളതല്ല. അതുപോലെ അമേരിക്കൻസ് ആർ ട്രൈങ് ടു റീബിൽഡ് ദെയർ എയർബേസ്, താലിബാൻ ലാൻഡിൽ ഉള്ള എയർബേസ് അഫ്ഗാനിസ്ഥാനിൽ. അതിപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കണം എന്നാണ് പറഞ്ഞത്. പണ്ട് വിമാനമൊക്കെ ഇട്ടിട്ട് ഓടിയതല്ലേ. അതെല്ലാം ഈസ് ആസ്കിങ് തിരിച്ചു തരാൻ പറയുകയാണ്. അപ്പോൾ എല്ലാം ഹോൾ ഏരിയ, നമ്മുടെ ആ ഭാഗം മുഴുവനും പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു ടെൻഡൻസീസാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു, പ്രതീക്ഷ കാണുമായിരിക്കാം. പക്ഷേ ടെററിസ്റ്റ് ആകുമ്പോൾ എവിടെ സ്ട്രൈക്ക് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രോങ് ആയി അതിനോട് റിയാക്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മതം നോക്കിയാണിത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായിരിക്കും? അല്ല, ഇതിനകത്ത് മതം ഉണ്ടെന്നുള്ളതിന് വലിയ സംശയമൊന്നുമില്ലല്ലോ. ജമ്മു ആൻഡ് കാശ്മീർ രണ്ടല്ലേ, വ്യത്യാസമുള്ള കൾച്ചേഴ്സാണ്. അപ്പോൾ അതെപ്പോഴും ഒരു പേര് ചോദിച്ചിട്ട് ഇവിടെ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഓബ്വിയസ്ലി ഇതുപോലെയുള്ള ഏരിയാസിലായിരിക്കും അവർ സ്ട്രൈക്ക് ചെയ്തത്, ഹിന്ദുസ് ഉള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ അത് ഒരു പാർട്ട് ഓഫ് ടെററിസം. പക്ഷേ അതിനിടയിൽ ഒരു മുസ്ലിംസിനെ കൊന്നാലും അവർക്ക് വലിയ സങ്കടമൊന്നും കാണില്ല. പൊതുവെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണല്ലോ.
അപ്പോൾ പാകിസ്ഥാൻ ഇതുവരെ ഞങ്ങളതിലൊന്നും ഇല്ലയെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നിട്ടില്ല. ഇത് തന്നെയല്ല, ഇത് നടത്തുന്നിടത്തോളം കാലം നമ്മൾ അവരോട് സംസാരിക്കില്ല എന്നാണല്ലോ നമ്മുടെ നയം. അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഇതെങ്ങനെ വരുന്നു, ഇവരാരാണെന്ന് കണ്ടുപിടിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് വരും. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടൊരു അപകടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷേ നമുക്കതിനുള്ള പാകിസ്ഥാൻ നമുക്കൊരു ത്രെറ്റല്ല. അങ്ങനെ ഭീകരവാദികൾ അവരിലൂടെ വരുന്നത് ഡയറക്റ്റായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മാറുന്ന ലോകക്രമത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. അതിൽ നിന്ന് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ശത്രു ഏതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് മുമ്പും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയതിനു ശേഷം, മോദി ആയതിനു ശേഷം ഇത് വളരെ ഒരു ക്ലിയർ പോളിസിയാണല്ലോ. പണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമ്മൾ പറയുമായിരുന്നു ടെററിസം നിർത്തിയില്ലെങ്കിൽ സംസാരിക്കില്ല. എന്നാലും ഓരോ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു. അത് പിന്നെയും വീണ്ടും പുറകിലേക്ക് പോയി. പക്ഷേ പ്രൈം മിനിസ്റ്റർ മോദിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു സ്ട്രോങ് ലൈൻ തന്നെയാണ്. സംസാരിക്കില്ല എന്നുള്ളതൊന്ന്, ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കുമുള്ളത് മറ്റൊന്ന്. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ പോളിസീസാണ്.